ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. അതായത് നെഹ്റുവിന് ശേഷം ആ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ എന്ന മഹാഭാരതത്തിൻ്റെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലേറുന്നു. ഇപ്പം നേരത്തെ ഇലക്ഷന് മുമ്പ് 400+ എന്നൊക്കെ പറഞ്ഞ ആ സംഭവം നടക്കില്ല. ഏകദേശം 290, 310 ആ രീതിയിലായിരിക്കും. ഈ മിഡ് വേ ആണ്, അതായത് കൗണ്ടിങ്ങിൻ്റെ ഹാഫ് വേ മാർക്കേ ആയിട്ടുള്ളൂ. അത് വെച്ചുള്ളൊരു ട്രെൻഡ് അനുസരിച്ചാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതിനകത്ത് പല മോദി അനുഭാവികളും മറ്റുള്ളവരൊക്കെ വളരെ നിശിതമായിട്ട് എന്നെ വിമർശിച്ചു. അതായത് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച 100 പേർക്ക് സീറ്റ് കൊടുത്തില്ല, ഇവരുമായിട്ട് കൂടി നിൽക്കുന്ന RSSകാർ BJPയുടെ കാൻഡിഡേറ്റ്സിനെ പുതിയതായിട്ട് വരുന്ന 100ഓളം സീറ്റുകളിൽ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഞാൻ ചില സീറ്റുകളുടെ എണ്ണം പറഞ്ഞ് ഏകദേശം 75 മുതൽ 80 വരെ സീറ്റുകൾ അതിനിർണായകമായിരിക്കും. അവിടെ മുൻപുള്ള കാൻഡിഡേറ്റ്സ് ഇവരെല്ലാം 14ലും 19ലും RSS ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് BJPയിലേക്ക് വരുന്നത്. അവരവിടെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. കർണാടക ഉൾപ്പെടെ, UP ഉൾപ്പെടെ, രാജസ്ഥാൻ ഉൾപ്പെടെ അവിടുത്തെ ജാട്ടിൻ്റെ ഇഷ്യൂ ഇതെല്ലാം കൂടെ ചേർത്താണ് പറഞ്ഞത്. അവർക്ക് ഈ പറയുന്ന കാൻഡിഡേറ്റ്സിനും അവിടുത്തെ RSSനും മോദി കാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ആ മുദ്രാവാക്യം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പലയിടത്തും പറയാൻ ഇടയുണ്ടായി. അവർ പറയുന്നത് എന്തുകൊണ്ട് BJPയുടെ ഗ്യാരണ്ടി പറയുന്നില്ല, എന്തുകൊണ്ട് ഇന്ത്യയുടെ ഗ്യാരണ്ടി പറയുന്നില്ല, എന്തുകൊണ്ടാണ് ഇൻഡിവിജ്വലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ വലിയ സംസാരമുണ്ടായ സംഭവമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഏകദേശം 270, 310, 320 ആ ടാലിയിൽ ഇതുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. UPയിൽ, അതായത് അയോധ്യയുള്ള ഫൈസലാബാദ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, അതായത് ഈസ്റ്റേൺ UP ആണെങ്കിലും വെസ്റ്റേൺ UP ആണെങ്കിലും സെൻട്രൽ UP ആണെങ്കിലും അവിടെ കാണുന്നത് സമാജ്വാദി പാർട്ടിക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നു. ഇതാണ് അവിടെ ഉണ്ടായേക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതേപോലെ രാജസ്ഥാനിൽ നമ്മൾ കണ്ടു, അവിടെ BJPയുമായിട്ട് ഈ ഇന്ത്യ സഖ്യം കട്ടയ്ക്കാണ് നിൽക്കുന്നത്. മധ്യപ്രദേശ് തൂത്തുവാരി, അതേപോലെ ഗുജറാത്തിൽ ചില ചലനങ്ങളുണ്ടായി. അതേപോലെ മഹാരാഷ്ട്രയിലെ BJPക്കും സഖ്യകക്ഷികൾക്ക് നല്ല അടിയാണ് കിട്ടിയിരിക്കുന്നത്. കർണാടകയിൽ BJPയുടെ പല കോട്ടകളും 4-4.25 ലക്ഷം വോട്ടിനൊക്കെ ജയിച്ച പലയിടത്തും, അത് അനന്ത്കുമാർ ഹെഗ്ഡെ ഉത്തര കന്നഡ, അവിടെ BJPക്ക് ലിറ്ററലി സെറ്റ് ബാക്കാണ് കിട്ടുക. കാരണം ഇവിടെ എല്ലാം പഴയ BJPയുടെ കാൻഡിഡേറ്റ്സാണ്, ആ തീവ്ര RSS ഹിന്ദുത്വ കാൻഡിഡേറ്റ്സാണ്. ഇവരെ മാറ്റിയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത്. മോദി പാർട്ടിക്കകത്ത് ജനാധിപത്യം കൊണ്ടുവരാൻ ശ്രമിച്ചു, അതിൻ്റെ ഭാഗമായിട്ടാണ് മാറ്റിയത്. പക്ഷെ അവിടെ ഉണ്ടായി. പക്ഷേ ഡൽഹിയിലാണെങ്കിൽ BJP 7ഓളം സീറ്റുകളിൽ തൂത്തുവാരുകയാണ്. അപ്പം ഇവിടെ ഇത്രയും നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ വടക്കേ ഇന്ത്യയിൽ BJPക്ക് സീറ്റ് പോയപ്പോൾ ഒറീസയിൽ BJP സീറ്റ് കൂടുതൽ നേടിയത് ബിജു ജനതാദൾ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇലക്ഷനിൽ, നിയമസഭാ ഇലക്ഷനിൽ BJPയാണ് അവിടെ മന്ത്രിസഭ രൂപീകരിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ആ 2 പാർട്ടിയും കൂടെ BJPയും കൂടെ ചേർന്ന് അവർ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാകുന്നു. ചന്ദ്രബാബു നായിഡു ആയിരിക്കും, അതായത് BJPക്ക് 300 സീറ്റിന് താഴെ സീറ്റുണ്ട് എങ്കിൽ കിങ് മേക്കർ എന്നുള്ള റോളിലേക്ക് ചന്ദ്രബാബു നായിഡുവിന് വളരെയധികം പ്രാധാന്യം കിട്ടും. അതേപോലെ ആന്ധ്രാപ്രദേശിൽ അവർ 10ഓളം സീറ്റുകൾ കിട്ടും എന്നാണ് ഈ എയർലി ട്രെൻഡിൽ, അത് ഹാഫ് വേ മാർക്ക് കൗണ്ടിങ് നടന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കേരളത്തെപ്പറ്റി ഞാൻ പറഞ്ഞത് ഏകദേശം പൂർണ്ണമായി. മറ്റു പലരും പറഞ്ഞു, ഞാൻ മറ്റു പലരും അത് മോശമായിട്ട് കണക്ക് കൂട്ടുന്നൊന്നുമില്ല. പലരുടെ സർവേകളൊക്കെ വന്നു. പക്ഷെ ഞാനൊരു കാര്യത്തിൽ ഉറച്ചു നിന്നു, സുരേഷ് ഗോപി അവിടെ ജയിക്കും, രാജീവ് ചന്ദ്രശേഖർ ജയിക്കും, 2 അല്ലെങ്കിൽ 3 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനിയും വോട്ടിംഗ് ഷെയർ എത്ര കിട്ടിയെന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറിയാം. എപ്പോഴാണ് അതിൻ്റെ ഏകദേശ പിക്ചർ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപിക്ക് അവിടുത്തെ ജയമെന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവർ
BJPക്ക് താമരയ്ക്ക് വോട്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും എന്നെ വിമർശിച്ചു. അങ്ങനല്ല, അതാണ് അവിടെ ഉണ്ടായേക്കുന്നത്. അനിൽ ആൻ്റണിയുടെ കാര്യവും ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇനി അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇന്ന് വൈകിട്ട് അതിനെപ്പറ്റിയുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ട് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തിരുവനന്തപുരം നമ്മൾ കണ്ടതാണ്, ശശി തരൂർ ഏകദേശം തോൽക്കുന്ന രീതിയിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ റിസൾട്ട് വൈകുന്നേരത്തോടു കൂടി അറിയാൻ ഏതായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ, അതായത് 70 വർഷമായിട്ട് കേരളത്തിൽ ഇങ്ങനെ ഇലക്ഷൻ നടക്കുന്നു. അവിടെ BJPക്ക് 2 സീറ്റുകൾ കിട്ടുവാൻ പോകുന്നു. അതൊരു വലിയ സംഭവമാണ്. അതായത് കേരളത്തിലെ UDF LDF എന്ന പൊളിറ്റിക്സ് മാറിയിട്ട് അവിടെ BJP എന്ന് പറയുന്നത് വലിയൊരു ഫോഴ്സായിട്ട് കയറി വരികയാണ്. അതാണ് കേരളത്തിലുണ്ടായത്. അപ്പം ഓവറോൾ എടുക്കുകയാണെങ്കിൽ മോദി തന്നെ അധികാരത്തിൽ വരുന്നു, BJP തന്നെ മന്ത്രിസഭ രൂപീകരിക്കും. കേരളത്തിൽ നിന്നുള്ള നല്ല പ്രാതിനിധ്യം ഇപ്രാവശ്യം മോദി മന്ത്രിസഭയ്ക്ക് ഉണ്ടാകും. അതാണ് കാണുന്നത്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരുവിധം നല്ല പ്രതിപക്ഷമായിരിക്കും 2024 ഈ ഇലക്ഷൻ കഴിയുമ്പോൾ പാർലമെൻറ്റിൽ ഉണ്ടാകാൻ പോകുന്നത്. വേറെ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, 272 എന്ന മാർക്ക് ഒരു കാരണവശാലും കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ ക്രോസ് ചെയ്യത്തില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഒരിക്കലും ക്രോസ് ചെയ്യത്തില്ല. അപ്പോൾ വീണ്ടും മോദി അധികാരത്തിൽ വരുന്നു. കേരളത്തിന് പ്രാതിനിധ്യമുണ്ട്. അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും മാറുന്ന ഒരു സമയമായിട്ട് ഇത് മാറി.